ഇവിടെ രാവിലെ മുതലേ നല്ല മഴയാണ്. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഇരുടുമൂടിയ കാലാവസ്ഥയും അങ്ങനെയൊക്കെ ഇപ്പോൾ ഉള്ളത്. പക്ഷേ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ഈ ഒരു കാലാവസ്ഥ. പിന്നെ ഇതെൻ്റെ ടു ഡു ലിസ്റ്റാണ്. ടു ഡു ലിസ്റ്റിൽ കൊടുത്തത് ഹിസ്റ്ററിയിലെയും ജോഗ്രഫി അതുപോലെ തന്നെ ബയോളജി തന്നെയാണ്. ഹിസ്റ്ററിയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്നുള്ള ചാപ്റ്ററും പിന്നെ ജോഗ്രഫിയിൽ ലോകത്തിൻ്റെ നെറുകയിൽ അതുപോലെ തന്നെ ബയോളജിയിൽ ദഹനവും പോഷക സംവഹനവും കൊടുത്തു. മഴ കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുതലാണ്. പക്ഷേ മാസാമാസം നമ്മൾ മൂഡ് ഓഫ് ആക്കാനായിട്ട് പീരീഡ്സ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിലായിരുന്നു ഇന്നലെ ഞാൻ. ഇന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വയറുവേദന. പിന്നെ ഒരു മെഡിസിനൊക്കെ എടുത്ത് അങ്ങനെ പഠിക്കാനായിട്ടിരുന്നു. മഴ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എനർജറ്റിക് ആയി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, LGSൻ്റെ സിലബസ് വെച്ചിട്ട് റാങ്ക് ഫയലിലെ ടോപ്പിക്സ് വെച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടൈം ടേബിൾ പോലെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്സ് ഇടുന്നുണ്ട്. അതാർക്കെങ്കിലും ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം. അതിന് കൂടെ വേണമെങ്കിൽ ഞാൻ SCERT ചാപ്റ്റേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതാവുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആ ഒരു SCERT ചാപ്റ്റേഴ്സൊക്കെ നോക്കി പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം. 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയൊക്കെ ചാപ്റ്റേഴ്സിൽ കുറച്ചധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിരിക്കുമല്ലോ, അപ്പോൾ കുറേ പേജസ് വരുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജിയൊക്കെ ഡെയിലി നോക്കുന്നതുകൊണ്ടും അതൊക്കെ വലിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തീരുന്നത് പോലെ, അതായത് ഒരു സബ്ജക്റ്റ് എടുത്ത് അത് 2 ദിവസം കൊണ്ട് തീർക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ ഈ റെക്കോർഡിങ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, വേറെ വഴിയില്ല. എപ്പോഴും പറയുന്ന പോലെ എല്ലാവരുടെ സാഹചര്യങ്ങൾ നോക്കി മാക്സിമം നമുക്ക് പഠിക്കാം, ഒന്നിച്ച് പഠിക്കാം. അപ്പോൾ ബൈ.